ഖത്തറിലുള്ള അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കണമെന്ന് ഇറാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നയതന്ത്ര ചർച്ചയോടനുബന്ധിച്ച് ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി നടത്തിയ ചർച്ചയോടനുബന്ധിച്ചാണ് ചില സമീപനങ്ങളും ചില നിലപാടുകളും മാറ്റം വരുത്തണമെന്നും നമ്മളെ അത് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, അതായത് യുദ്ധത്തിലെ ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവെൽ മാത്രമാണ്, ഇടവേള, അത് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, എന്ന് വെച്ചാൽ ഇനി ഒരു അക്രമം അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ അറബ് രാജ്യങ്ങളെ അമേരിക്ക മുതലെടുക്കുകയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സർവനാശങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി വന്നാൽ യഥാർത്ഥത്തിൽ അറബ് ലോകം ഒന്നടങ്കം അമേരിക്കക്ക് കീഴ്പ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോൾ ഏറെക്കുറെ അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പാലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത തുർക്കിക്ക് പോലും ഇപ്പോൾ കൃത്യമായിരിക്കും നിലപാടില്ലാത്ത സമീപനമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇറാനാണ് അവരുടെ എല്ലാ ലക്ഷ്യം. ഇറാൻ തകർന്നാൽ മറ്റെല്ലാ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ പിന്മാറ്റുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്നും അത് ചെയ്യണമെന്നും ഇറാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു.